ഹായ് നമസ്കാരം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ 7ാമത്തെ ലെക്ചറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വീണ്ടും മറ്റൊരു ആക്ട് ആണ്. 1935 പാസ്സാക്കിയ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കുന്നതിന് മുമ്പ് 1919 പാസ്സാക്കിയ മോണ്ടഗോ-ചെംസ്ഫോർഡ് റിഫോംസ് ആക്ട് നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ ഡിസ്കസ് ചെയ്തതാണ്. മോണ്ടഗോ-ചെംസ്ഫോർഡ് റിഫോംസ് ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ ലേബൽ ചെയ്തിരുന്നത് ഇതൊരു റെസ്പോൺസിബിൾ ഗവൺമെന്റ് ഇൻ ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്ത ആക്ട് ആണെന്നാണ്. 1917 അങ്ങനെ ഒരു പർപ്പസ്, അങ്ങനെ കൃത്യമായിട്ട് വ്യക്തമായിട്ടും ഇന്ത്യയിൽ ഒരു റെസ്പോൺസിബിൾ ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ് ബ്രിട്ടന്റെ എയിം എന്ന് 1917 ഡിക്ലെയർ ചെയ്തിരുന്നു. സോ അത് ഡിക്ലെയർ ചെയ്യാനുണ്ടായിരുന്ന സാഹചര്യം നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ പറഞ്ഞു. ഒന്നാം ലോക മഹായുദ്ധം നടക്കുകയാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിന് ഇന്ത്യയുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ, ഇന്ത്യൻസിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ബ്രിട്ടന് വിജയിക്കാൻ സാധിക്കൂ എന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു. അതിനുവേണ്ടി ഇന്ത്യൻ സപ്പോർട്ട് നേടാൻ വേണ്ടി തന്നെയാണ് അങ്ങനെ ഒരു ഡിക്ലറേഷൻ നടത്തിയിരുന്നത്. പിന്നീട് 1919 അതുമായി ബന്ധപ്പെട്ടൊരു ആക്ട് പാസ്സാക്കുകയുണ്ടായി. ആ ആക്ട് ആണ് 1919 മോണ്ടഗോ-ചെംസ്ഫോർഡ് റിഫോംസ് ആക്ട്. മോണ്ടഗോ-ചെംസ്ഫോർഡ് റിഫോംസ് ആക്ടുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊവിഷൻസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് കഴിഞ്ഞ ലെക്ചർ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ 6ാമത്തെ ലെക്ചർ കാണുക, അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ 7ാമത്തെ ലെക്ചർ. ഇതിൽ നമ്മൾ പറയുക ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. സോ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935, ഇവിടെ ഓർക്കേണ്ടത് റെസ്പോൺസിബിൾ ഗവൺമെന്റ് ബ്രിട്ടീഷ് എയിം ആണെന്ന് രണ്ടാമതായിട്ട് പറയുകയും ഊട്ടി ഉറപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്ത ആക്ടാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഇത് പ്രകാരം ടോട്ടൽ 321 സെഷൻസും 10 ഷെഡ്യൂളും ഉണ്ടായിരുന്ന ഒരു ആക്ടാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കുകയാണെങ്കിൽ ഇന്നത്തെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏതാണ്ട് 75% പ്രൊവിഷൻസും നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളതും ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്ന് തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബൾക്കി ആയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഒരു റീസൺ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ബിക്കോസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ ഇത്രയും 321 സെഷൻസ് ഇൻക്ലൂഡ് ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ 395 സെഷൻസ് ഇൻക്ലൂഡ് ചെയ്യുകയും 8 ഷെഡ്യൂളുകൾ ഇൻക്ലൂഡ് ചെയ്യുകയും ചെയ്യേണ്ടി വന്നത്. ഓക്കെ, സോ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 1935 ആക്ടിന്റെ ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷൻസ് ആണ്. നമുക്ക് നോക്കാം ഓരോന്നായിട്ട്. ആദ്യത്തെ പ്രൊവിഷൻ, ഓൾ ഇന്ത്യ ഫെഡറേഷൻ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇന്ത്യയെ ഒരു ഓൾ ഇന്ത്യ ഫെഡറേഷൻ ആക്കി മാറ്റുക എന്നുള്ളൊരു അജണ്ട ഈ ആക്ട് പ്രകാരം ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. എന്നൊരു പ്രപ്പോസൽ ഈ പറയുന്ന ആക്ട് പ്രകാരം ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. ഈ ഓൾ ഇന്ത്യ ഫെഡറേഷൻ ആക്കുന്നത് വഴി 3 സബ്ജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അതായത് ഇന്ത്യയിലുള്ള ടോട്ടൽ സബ്ജക്ട്സിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഒന്ന് ഫെഡറൽ സബ്ജക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് കൈകാര്യം ചെയ്യാവുന്ന ഐറ്റംസ്. അതിൽ 59 ഐറ്റംസ് ആണ് ഉണ്ടായിരുന്നത്. രണ്ടാമത്തത് പ്രൊവിൻഷ്യൽ സബ്ജക്ട്സ്, പ്രൊവിൻസസിന് കൈകാര്യം ചെയ്യാവുന്ന ഐറ്റംസ് 54 ഐറ്റംസ് ആണ് ആ കാറ്റഗറിയിൽ ആഡ് ചെയ്തിരുന്നത്. മൂന്നാമത്തത് കൺകറന്റ് ലിസ്റ്റ് ആണ്. കൺകറന്റ് ലിസ്റ്റ് ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്ത അതേ പ്രൊസീജിയേഴ്സ്, ബിക്കോസ് സെൻട്രലിനും സ്റ്റേറ്റിനും ഒരുമിച്ച് കൈകാര്യം ചെയ്യാവുന്ന ഐറ്റംസ്. ഇതിലുണ്ടായിരുന്നത് 36 സബ്ജക്ട്സ് ആണ്. സോ ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷനാണ് ഇന്നത്തെ കോൺസ്റ്റിറ്റ്യൂഷനിലെ 7th ഷെഡ്യൂളിൽ കിടക്കുന്നത്. അത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും ഈ ആക്ട് പ്രകാരമാണ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. അതോടൊപ്പം തന്നെ റെസിഡ്യൂറി പവേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തിരുന്നത് വൈസ്രോയ്ക്കായിരുന്നു. ദെൻ ഇത്തരത്തിലുള്ള ഇന്ത്യ എക്സ്പെക്ട് ചെയ്തത് ഒരു ഡൊമിനിയൻ സ്റ്റാറ്റസ് ആണ്, പക്ഷെ അവർ പ്രൊവൈഡ് ചെയ്തത് ഒരു ഓൾ ഇന്ത്യ ഫെഡറേഷൻ വിത്ത് ഡയാർക്കി. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഒരു പ്രപ്പോസൽ പ്രൊവിൻസുകളൊന്നും അംഗീകരിച്ചില്ല. അതുകൊണ്ട് തന്നെ നിലവിൽ വന്നതുമില്ല. ഓക്കെ, ഫസ്റ്റ് പ്രൊവിഷൻ ഓൾ ഇന്ത്യ ഫെഡറേഷൻ ആയിരുന്നു. 3 സബ്ജക്ട്സ് ക്രിയേറ്റ് 3 ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, നിലവിൽ വരുന്നില്ല. സെക്കൻഡ്, ഇറ്റ് അബോളിഷ് ഡയാർക്കി ഇൻ പ്രൊവിൻസസ്. പ്രൊവിൻസസിൽ ഡയാർക്കി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 1919 ആക്ട് പ്രകാരമാണ്. 1919 ആക്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഈ ഡയാർക്കി സിസ്റ്റം അബോളിഷ് ചെയ്യുന്നു. ഡയാർക്കി സിസ്റ്റം എന്താണെന്ന് ഓർക്കുക. പ്രൊവിൻഷ്യൽ സബ്ജക്ട്സിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. റിസർവ്ഡ് സബ്ജക്ട്സും ട്രാൻസ്ഫേർഡ് സബ്ജക്ട്സും. റിസർവ്ഡ് സബ്ജക്ട്സ് ആണെങ്കിൽ സബ്ജക്ട്സിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഗവർണറും അദ്ദേഹത്തിന്റെ എക്സിക്യൂട്ടീവും മാത്രമായിരിക്കും. അവിടെ ലെജിസ്ലേച്ചറിന് യാതൊരു റോളും ഉണ്ടാവില്ല. ലെജിസ്ലേച്ചർ എന്ന് പറയുമ്പോൾ ഇന്ത്യൻസിന് പ്രാതിനിധ്യമുള്ള ബോഡിയാണ്. ദെൻ ട്രാൻസ്ഫേർഡ് സബ്ജക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെജിസ്ലേച്ചറും ഗവർണറും കൂടി ചേർന്ന് കാര്യങ്ങൾ തീരുമാനിക്കുന്നു. അവിടെ ഇന്ത്യൻസിന്റെ വോയിസ് അക്സെപ്റ്റ് ചെയ്യപ്പെടും.
ഈ തീരുമാനം ഈ പറയുന്ന ഡയാർക്കി എന്ന് പറയുന്ന സിസ്റ്റം അബോളിഷ് ചെയ്യുന്നു. അതുവഴി പുതിയൊരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ സിസ്റ്റത്തിന്റെ പേരാണ് പ്രൊവിൻഷ്യൽ ഓട്ടോണമി. പ്രൊവിൻഷ്യൽ ഓട്ടോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊവിൻസിന് കംപ്ലീറ്റ് അതോറിറ്റി കൊടുക്കുന്നു. ഇവിടെ റെസ്പോൺസിബിൾ ഗവൺമെന്റ് പ്രൊവിൻസസിൽ ക്രിയേറ്റ് ചെയ്തു എന്ന് നമുക്ക് പറയാം. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഉള്ള മേജർ പ്രൊവിഷൻ ഇതാണ്: ഗവർണർ ഷുഡ് ആക്ട് ഓൺ ദി അഡ്വൈസ് ഓഫ് മിനിസ്റ്റേഴ്സ് ഹു ആർ റെസ്പോൺസിബിൾ ടു ദി ലെജിസ്ലേച്ചർ. അതായത് ഗവർണർ ആക്ട് ചെയ്യേണ്ടത് മിനിസ്റ്റേഴ്സിന്റെ, അതായത് പ്രൊവിൻഷ്യൽ മിനിസ്റ്റേഴ്സിന്റെ അഡ്വൈസോട് കൂടിയായിരിക്കണം. ആ മിനിസ്റ്റേഴ്സ് ലെജിസ്ലേച്ചറിന് റെസ്പോൺസിബിൾ ആയിരിക്കണം. സോ ലെജിസ്ലേച്ചർ പറയുന്ന മിനിസ്റ്റേഴ്സ് ആക്ട് ചെയ്യുന്ന ഓരോ കാര്യത്തിനും ലെജിസ്ലേച്ചറിൽ അത് ചോദ്യം ചെയ്യപ്പെടാം എന്നുള്ള ഒരു രീതിയിലുള്ള ഇന്നത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ കാണുന്ന ആർട്ടിക്കിൾ 75 സബ്സെക്ഷൻ 3 കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയും. അത്തരത്തിലുള്ള ഒരു സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതുവഴി എക്സിക്യൂട്ടീവ് ലെജിസ്ലേച്ചറിനോട് റെസ്പോൺസിബിൾ ആകുന്നു. അതിനെയാണ് റെസ്പോൺസിബിൾ ഗവൺമെന്റ് എന്ന് പറയുന്നത്. സോ ഡയാർക്കി അബോളിഷ് ചെയ്യുന്നു, പ്രൊവിൻഷ്യൽ ഓട്ടോണമി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. 2 പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഒന്നാമത്തത് ഓൾ ഇന്ത്യ ഫെഡറേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. രണ്ടാമത്തത് ഡയാർക്കി അബോളിഷ് ചെയ്തിട്ട് പ്രൊവിൻഷ്യൽ ഓട്ടോണമി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. മൂന്നാമത്തത് ഡയാർക്കി പ്രൊവിൻസസിൽ അബോളിഷ് ചെയ്തു, സെൻട്രൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഡയാർക്കി സെൻട്രൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ സബ്ജക്ട്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഒന്ന് ട്രാൻസ്ഫേർഡ് സബ്ജക്ട്സ്, രണ്ട് റിസർവ്ഡ് സബ്ജക്ട്സ്. സോ റിസർവ്ഡ് സബ്ജക്ട്സിൽ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് വൈസ്രോയിയും അദ്ദേഹത്തിന്റെ എക്സിക്യൂട്ടീവ് കൗൺസിലും ചേർന്നായിരിക്കും. ട്രാൻസ്ഫേർഡ് സബ്ജക്ട്സ് ആണെങ്കിൽ വൈസ്രോയി പ്ലസ് സെൻട്രൽ ലെജിസ്ലേച്ചർ. ഈ സിസ്റ്റത്തിൽ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1917 പറഞ്ഞതാണ് റെസ്പോൺസിബിൾ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നീട് അങ്ങോട്ടേക്ക് റെസ്പോൺസിബിൾ ഗവൺമെന്റ് അല്ല നമുക്ക് കിട്ടിയത്. 1919 ആക്ട് ആണ്. അത് പ്രകാരം പ്രൊവിൻസസിൽ ഡയാർക്കി മാത്രമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 1935 എക്സ്പെക്ട് ചെയ്യുന്നത് ഡൊമിനിയൻ ആൻഡ് ഓട്ടോണമിയാണ് സെൻട്രലിൽ. പക്ഷെ നമുക്ക് കിട്ടിയത് പ്രൊവിൻഷ്യൽ ഓട്ടോണമിയും ഡയാർക്കിയും സെൻട്രലുമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഈ പറയുന്ന സിസ്റ്റത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരുപാട് ഒപ്പോസിഷൻസ് ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പ്രൊവിഷൻ നിലവിൽ വന്നില്ല. ഓക്കെ, സോ ഡയാർക്കി ഇൻ സെൻട്രൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. ഈ ആക്ട് പ്രകാരം പ്രപ്പോസ് ചെയ്തിരുന്നു, പക്ഷേ നിലവിൽ വന്നില്ല. നെക്സ്റ്റ്, ഫോർത്ത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ബൈക്യാമറലിസം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ബൈക്യാമറലിസം ഓൾറെഡി ഉണ്ട് സെൻറ്ററിൽ. പ്രൊവിൻസസിൽ ബൈക്യാമറലിസം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. 6 മേജർ പ്രൊവിൻസസിലാണ്. ടോട്ടൽ ബ്രിട്ടീഷിന്റെ കീഴിൽ 11 പ്രൊവിൻസസ് ആണ് ഉണ്ടായിരുന്നത്. അതിൽ 6 മേജർ പ്രൊവിൻസസിൽ ബൈക്യാമറലിസം ഇൻട്രൊഡ്യൂസ് ചെയ്തു. പ്രൊവിൻസുകൾ ബംഗാൾ, ബോംബെ, മദ്രാസ്, ബീഹാർ, ആസാം ആൻഡ് യുണൈറ്റഡ് പ്രൊവിൻസസ്. ഒന്നുകൂടി പറയാം: ബംഗാൾ, ബോംബെ, മദ്രാസ്, ബീഹാർ, ആസാം ആൻഡ് യുണൈറ്റഡ് പ്രൊവിൻസസ്. ഇത്രയും ഏരിയയിലാണ് ബൈക്യാമറലിസം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്താണ് ബൈക്യാമറലിസം? 2 ബോഡി ഉണ്ടാവും. സെൻട്രൽ ലെവലിലാണെങ്കിൽ നമ്മൾ പറയുന്ന പോലെ ഒരു അപ്പർ ഹൗസും ഒരു ലോവർ ഹൗസും. അതേപോലെ തന്നെ സ്റ്റേറ്റ് ലെവലിൽ, അതായത് പ്രൊവിൻഷ്യൽ ലെവലിലും ബൈക്യാമറലിസം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതുവഴി ലെജിസ്ലേറ്റീവ് കൗൺസിലും ലെജിസ്ലേറ്റീവ് അസംബ്ലിയും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു 2 ബോഡിയായിട്ട് ഈ 6 പ്രൊവിൻസസിൽ. 5ാമത്തെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, കമ്മ്യൂണൽ റെപ്രസെന്റേഷൻ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഇതുവരെ നമ്മൾ നോക്കുകയാണെങ്കിൽ 1909 മിന്റോ മോഡൽ റിഫോംസ് ആക്ട് പ്രകാരം കമ്മ്യൂണൽ റെപ്രസെന്റേഷൻ മുസ്ലിംസിന് മാത്രമായിട്ട് ഏർപ്പെടുത്തി. അത് എക്സ്റ്റെൻഡ് ചെയ്തു 1919 ആക്ട് പ്രകാരം ക്രിസ്ത്യൻസിനും യൂറോപ്യൻസിനും ദെൻ ആംഗ്ലോ ഇന്ത്യൻസിനും ഒക്കെ ആയിട്ട്. ഈ ആക്ട് പ്രകാരം വീണ്ടും അത് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്യപ്പെട്ടത് ഡിപ്രസ്ഡ് ക്ലാസസ്, വിമൻ, ലേബർ. ഡിപ്രസ്ഡ് ക്ലാസസ്, വിമൻ, ലേബർ, ഇവർക്ക് 3 പേർക്കുമായിട്ട് വീണ്ടും കമ്മ്യൂണൽ റെപ്രസെന്റേഷൻ ഏർപ്പെടുത്തുന്നു. സോ വീണ്ടും കമ്മ്യൂണലൈസ്ഡ് ഏരിയയിൽ വീണ്ടും ഈ ആക്റ്റും ഇംപ്രൂവ്മെന്റ് കൊടുക്കുകയാണ്. വീണ്ടും കമ്മ്യൂണൽ റെപ്രസെന്റേഷൻ വരികയാണ്. 6ാമത്തെ ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷൻ 1858 ക്രിയേറ്റ് ചെയ്യപ്പെട്ട കൗൺസിൽ ഓഫ് ഇന്ത്യ. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു കൗൺസിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരുന്നു. ആ കൗൺസിൽ അബോളിഷ് ചെയ്യുന്നു. സോ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിനെ ഇനി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു ഫോറം മാത്രമായിട്ട് വർക്ക് ചെയ്യുന്നു. ഈ ഒരു ബോഡി പിന്നീട് അങ്ങോട്ടില്ല. ബോഡിയുടെ പേര് കൗൺസിൽ ഓഫ് ഇന്ത്യ. 1858 ആക്ട് പ്രകാരം, അതായത് ക്രൗൺ ഭരണം ഏറ്റെടുത്തപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത പ്രൊവിഷനാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റും അദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു കൗൺസിലും. ആ കൗൺസിൽ ഓഫ് ഇന്ത്യ ഇല്ലാതാവുന്നു. സോ 35 ആക്ടോടുകൂടി സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിന് ഒരു ഗ്രൂപ്പ് മാത്രമായിട്ട് മാറും. നെക്സ്റ്റ്,
ഫ്രാഞ്ചൈസി വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യപ്പെടുന്നു. 7ാമത്തെ പ്രൊവിഷനാണ് ഫ്രാഞ്ചൈസി എക്സ്റ്റെൻഡ് ചെയ്യുന്നു. നമ്മൾ പറഞ്ഞതാണ് 1919 ആക്ട് പ്രകാരം ഫ്രാഞ്ചൈസി കുറച്ച് ആളുകൾ കൂടി എക്സ്റ്റെൻഡ് ചെയ്യപ്പെട്ടു. അത് ലാൻഡ് ഹോൾഡിങ്സിന്റെ അനുസരിച്ച് ടാക്സ് പേയേഴ്സ്, എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസ് എന്നീ 3 കാറ്റഗറിയിലായിരുന്നു ആദ്യം എക്സ്റ്റെൻഡ് ചെയ്തത്. ഇവിടെ വീണ്ടും എക്സ്റ്റൻഷൻ ഏർപ്പെടുത്തുന്നു. ഈ എക്സ്റ്റൻഷൻ വഴി കൂടുതൽ ഇന്ത്യൻസിനെ വോട്ടവകാശം പ്രൊവൈഡ് ചെയ്യുന്നു. കൂടുതൽ ഇന്ത്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ പോപ്പുലേഷന്റെ 10%-ത്തിനാണ് ഇത് പ്രകാരം വോട്ടിംഗ് റൈറ്റ് കിട്ടിയത്. സോ 7 പോയിന്റുകൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് 35 ആക്ടിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 7 പോയിന്റുകളാണ്. ഒന്നാമത്തത് ഗവൺമെന്റ് ഓൾ ഇന്ത്യ ഫെഡറേഷൻ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു. രണ്ടാമത്തത് ഡയാർക്കി പ്രൊവിൻസസിൽ അബോളിഷ് ചെയ്യുന്നു. പ്രൊവിൻഷ്യൽ ഓട്ടോണമി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ദെൻ ഡയാർക്കി സെൻട്രൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതൊന്നും നടന്നില്ല. പ്രൊവിൻഷ്യൽ ഓട്ടോണമിയാണ് പിന്നെയും നടന്നു എന്ന് പറയാവുന്നത്. ഓൾ ഇന്ത്യ ഫെഡറേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചില്ല. ഡയാർക്കി സെൻട്രൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ദെൻ നെക്സ്റ്റ് പോയിന്റ്, 4th പോയിന്റ്, ബൈക്യാമലിസം ഇൻ പ്രൊവിൻസസ് ആണ്. 6 മേജർ പ്രൊവിൻസസിൽ ബൈക്യാമലിസം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതുവഴി ലെജിസ്ലേറ്റീവ് അസംബ്ലി, ലെജിസ്ലേറ്റീവ് കൗൺസിലും ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. ദെൻ 5ാമത്തെ ഇമ്പോർട്ടന്റ് പോയിന്റ്, കമ്മ്യൂണൽ റെപ്രസെന്റേഷൻ എക്സ്റ്റെൻഡ് ചെയ്യപ്പെടുന്നു. എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇത്തവണ ഡിപ്രസ്ഡ് ക്ലാസസിനും വിമനും ലേബർ ഫോഴ്സസിനും വേണ്ടിയാണ്. ദെൻ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ബോഡി ഉണ്ടായിരുന്നു, അത് അബോളിഷ് ചെയ്യുന്നു. 7ാമത്തെ പോയിന്റ് ആയിട്ട് നമ്മൾ പറഞ്ഞത് കൂടുതൽ ഇന്ത്യൻസിന് വോട്ടവകാശം നൽകുന്നു. 10% ഇന്ത്യൻസിനാണ് വോട്ടവകാശം ഈ ആക്ട് പ്രകാരം കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്. 8ാമത്തെ പോയിന്റ് ഓർക്കേണ്ടത്, RBI ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. 1934-ലാണ് RBI ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. 1935-ൽ RBI ആക്ട് പ്രകാരം എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ് ചെയ്തത്. അതിന്റെ പ്രൊവിഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് 35 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലാണ്. സോ RBIയെ ഒരു കറൻസി കൺട്രോൾ ബോഡി പ്ലസ് ക്രെഡിറ്റ് കൺട്രോൾ ബോഡി ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. 9ാമത്തെ ഇമ്പോർട്ടന്റ് പ്രൊവിഷൻ, സോ നമ്മൾ കഴിഞ്ഞ ആക്ടിൽ പറഞ്ഞതാണ്, സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷൻ 1919 ആക്ട് പ്രകാരം ക്രിയേറ്റ് ചെയ്തായിരുന്നു. ഇവിടെ സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷൻ കൂടാതെ 2 പുതിയ പബ്ലിക് സർവീസ് കമ്മീഷൻസ് കൂടി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഒന്ന് പ്രൊവിൻഷ്യൽ പബ്ലിക് സർവീസ് കമ്മീഷൻ, പ്രൊവിൻസസിന് ഇൻഡിപെൻഡന്റ് ആയിട്ട് അപ്പോയിന്റ്മെന്റ് നടത്താൻ വേണ്ടി. ദെൻ ജോയിന്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ, ഒന്നിൽ കൂടുതൽ പ്രൊവിൻസസിന് ഒരുമിച്ച് നിന്നുകൊണ്ട് അപ്പോയിന്റ്മെന്റ്സ് നടത്താൻ വേണ്ടി 2 ബോഡി. ഓക്കെ, സോ പ്രൊവിൻഷ്യൽ പബ്ലിക് സർവീസ് കമ്മീഷനും ജോയിന്റ് പബ്ലിക് സർവീസ് കമ്മീഷനും ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഫൈനലി എസ്റ്റാബ്ലിഷ്ഡ് ഫെഡറൽ കോർട്ട്. ഫെഡറേഷൻ, ഓൾ ഇന്ത്യ ഫെഡറേഷൻ എന്ന് പറയുന്ന ഒരു പ്രപ്പോസൽ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തു. അത് പ്രകാരം ഒരു ഫെഡറൽ കോർട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയും ഇവിടെ ഒരു പ്രപ്പോസൽ ഉണ്ടായിരുന്നു. അത് പ്രകാരം കോർട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് 1937-ലാണ്. ഇത്രയുമാണ് ഇമ്പോർട്ടന്റ് പോയിന്റ്സ്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം നമ്മൾ ഓർക്കേണ്ട ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഇതെല്ലാമാണ്. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ആദ്യത്തെ പോയിന്റ്, ഓൾ ഇന്ത്യ ഫെഡറേഷൻ. 2 പ്രൊവിൻഷ്യൽ ഓട്ടോണമി. 3 സെൻട്രൽ ഡയാർക്കി ഇൻ സെന്റർ. 4 ബൈക്യാമലിസം. 5 കമ്മ്യൂണൽ റെപ്രസെന്റേഷൻ. 6 കൗൺസിൽ ഓഫ് ഇന്ത്യ അബോളിഷ് ചെയ്യപ്പെടുന്നു. 7 ഫ്രാഞ്ചൈസി 10% ഇന്ത്യൻസിന് കൂടി വോട്ടവകാശം പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ എസ്റ്റാബ്ലിഷ്ഡ് RBI. 9 പബ്ലിക് സർവീസ് കമ്മീഷൻ സ്റ്റേറ്റ്സ്, അതായത് പ്രൊവിൻഷ്യൽ പബ്ലിക് സർവീസ് കമ്മീഷനും ജോയിന്റ് പബ്ലിക് സർവീസ് കമ്മീഷൻസും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ആൻഡ് ഫൈനലി ഒരു ഫെഡറൽ കോർട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. ഇത്രയുമാണ് ഇന്നത്തെ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. താങ്ക് യു. നമ്മൾ അടുത്ത ആക്ട്, അതായത് 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടുമായിട്ട് വീണ്ടും തിരിച്ചു വരും. താങ്ക് യു.